പണ്ട് ഓണം വരുന്നത് തരങ്ങണിയുടെ ഓണപ്പാട്ടിലൂടെയായിരുന്നു. അതായത് ഓണം ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് എല്ലാവരും നമ്മളെ പാട്ടുള്ളവർ കാത്തിരിക്കും. അല്ല, ഒരു മാസം മുമ്പ് തരങ്ങണിയുടെ ഓണപ്പാട്ട് ഇറങ്ങും. ഓരോ തവണയും ഓരോ ഗാനരചയിതാവിനെയും സംഗീത സംവിധാനയും വെച്ചിട്ട് ആണ് ഈ ദാസേട്ടൻ ഈ പാട്ടിറക്കുക. അത് കഴിഞ്ഞ് ഒരു കുറേ കാലം, ഒരു 90കളുടെ അവസാനമൊക്കെ ആയപ്പോൾ ദിലീപും നാദിർ ഷായും ചേർന്ന് മാവേലി കൊമ്പത്ത്, അത് നമ്മൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവം. അപ്പോൾ ഈ കാലക്രമത്തിൽ ഈ കാസറ്റുകളൊക്കെ നിൽക്കുകയും കോമഡി കാസറ്റുകൾ നിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത്തവണത്തെ ഓണത്തിന് വലിയ ഒരു കോമഡിയാണ് ഔട്ടത്തിൻ്റെ അന്ന് ഇവിടെ അടിച്ചിറക്കിയത്. നമ്മുടെ സുകുമാരക്കുറുപ്പിനെ ബ്രൂണയിൽ കണ്ടെത്തി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും 24 വാർത്താ സംഘം എത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ പിടിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് കുറുപ്പിൻ്റെ ഫോട്ടോ വരെ പുറത്തു വിട്ടിരിക്കുകയാണ്. ആരാണെന്ന് ദൈവം തമ്പുരാൻ അറിയാം. വല്ല നിരപരാധിയ വല്ല മനുഷ്യനായിരിക്കും ചിലപ്പോൾ. സത്യത്തിൽ കുറുപ്പിനെ കുറിച്ച് നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളൊക്കെ വെച്ച് നമ്മൾ വളരെ ഗൗരവത്തോടെ നോക്കുന്ന, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കുറുപ്പിനെ കുറിച്ച്. പക്ഷേ ഈ കുറുപ്പിനെ കുറിച്ചൊരു കഥ കേട്ടത് തല ഇറഞ്ഞ് ചിരിക്കുന്ന ഇന്നലെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യന് സ്ഥിരബുദ്ധി അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി എന്നൊരു സംഭവം ഉണ്ടോ? അതായത് 80 വയസ്സുള്ള കുറുപ്പിൻ്റെ പടമാണെന്ന് പറഞ്ഞ് 62 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ പടം എടുത്ത് വെളിയിൽ വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ കാലമാണ്, ഏത് രീതിയിലും ഒരു പടം ഉണ്ടാക്കാം. ആണ് കുറുപ്പിന്റെ പടം കൊടുത്തിട്ട് ഒരു 60 വയസ്സുള്ള കുറുപ്പിന്റെ പടം തരാൻ പറഞ്ഞാൽ തരും. അതിനാണ് സാധ്യത കൂടുതൽ. അതെ, ഇപ്പൊ ട്രോളിന്റെ പൂരമാണ്. ട്രോള് മുഴുവൻ ഇത് തന്നെയാണ്. കുറുപ്പ് ബൈക്കിൽ പായുന്നു, പല രീതിയിൽ. സുകുമാരക്കുറുപ്പ് എന്ന പേര് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് വരെ വന്നു കഴിഞ്ഞ് കുറുപ്പ് പൂക്കളം ഇടുന്ന പടം, കുറുപ്പ് ഊഞ്ഞാലാടുന്ന പടം. സത്യത്തിൽ എന്താണ് നമ്മുടെ നാട്ടുകാർക്ക് സംഭവിക്കും? കുറുപ്പിന്റെ ഉറപ്പെന്ന് പണ്ടൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ഇത് ഇവിടുത്തെ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിലായിപ്പോൾ. അല്ല, നമ്മളതിന് ഒരു കാര്യം ഒന്ന് ആലോചിക്കുക. ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു രീതി എന്താണ്? ഇത് ആരാ ഈ ആളിനെ ഡയറക്റ്റ് കണ്ടില്ല, ഇങ്ങനെ ഒരാടെ പടം കണ്ടു, ഉടനെ അവരത് ഉറപ്പിച്ചിരിക്കുകയാണ്. കുറുപ്പ് തന്നെയാണ്, കുറുപ്പേ വേഗം വന്ന് കീഴടങ്ങിക്കോളാനാ. അതാണ് വെല്ലുവിളിക്കുന്നുണ്ട്. ഇത് വാർത്ത കാണുന്ന കുറുപ്പേ. കാരണം ഞങ്ങൾ നേരത്തെ 2 എപ്പിസോഡ് വിട്ടിരുന്നു. അത് കുറുപ്പ് അത് കണ്ടിട്ട് പുള്ളി ചുറ്റുമുള്ള ആളുകളടുത്ത് ഉത്കണ്ഠ പ്രകടിപ്പിച്ചിരുന്നു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ പിടിച്ച് കെട്ടി മതിയായിരുന്നില്ല ഇയാളെ. ഈ അടിച്ചു വിടുമ്പോൾ, തട്ടി വിടുമ്പോൾ നമ്മൾ ആധികാരികമായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇത് കുറുപ്പാണോ എന്ന് നമുക്കറിയില്ല. എത്ര പരിശോധനകൾ നടക്കണം, എന്തൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം, അതിനുശേഷം മാത്രമേ ഇത് കുറുപ്പാണോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതിന് 24 വാർത്തയ്ക്ക് യാതൊരു സംശയവുമില്ല, കുറുപ്പ് തന്നെ. ഇത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പ്രിന്റ് മീഡിയ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട്. ഒരു മലയാളത്തിലെ പ്രമുഖ ദിനപത്രത്തിൽ നമ്മളെ കാണാതായ MP കാരുണ്ടല്ലോ, കേരളത്തിൻ്റെ കപ്പൽ തിരിച്ചു വന്നു വരാൻ പോകുന്നു പറഞ്ഞൊരു വാർത്ത ഒന്നും കേട്ടിട്ടുണ്ട് പണ്ട്. ആളാകെ ഞെട്ടിയത്. കാരണം ഇവരുടെ ബന്ധുക്കളെല്ലാം പിന്നെ ഒരിക്കലും അവർ കാണാതായിരുന്ന ഇവർ എന്ത് സംഭവിച്ചെന്ന് അറിയായിരുന്ന ബന്ധുക്കളെല്ലാം ആകെ ആകാംക്ഷയിലായി എന്നാണ്. പിന്നെ പറഞ്ഞാൽ അത് സംഭവിച്ചിട്ടില്ല. അതുപോലെ അതെങ്ങനെ തിരിച്ചു വരുന്നെന്ന് ഇവരോടാരാ പറയുന്നത്? കടലിനടിത്തട്ടി മുങ്ങിപ്പോയ ഒരു കപ്പൽ താഴേന്ന് കയറി വരുന്നെന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് ഈ ഹോളിവുഡ് സിനിമ പോലെ വലിയൊരു ഹൊറർ ഷിപ്പായിട്ട്, ഗോസ്റ്റ് ഷിപ്പായിട്ടായിരിക്കുമല്ലോ കയറി വരിക. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ കുറുപ്പിനെ തിരിച്ച് അവിടെ കണ്ടു എന്ന് പറഞ്ഞല്ലേ, ഇതിനാണ് കണ്ടതെന്നുള്ള ആദ്യം വ്യക്തമാക്കണം. നമ്മുടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന മാധ്യമങ്ങളും ഒക്കെ തട്ടിവിടുന്നത് പച്ചക്കള്ളവും നുണയുമാണ്. കാരണം എനിക്ക് അടുത്താണ് ഈ ചെറിയനാട്. മാത്രമല്ല, കുറുപ്പിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് നല്ല അടുപ്പമുണ്ട്. കഴിഞ്ഞ 2021 ഈ കുറുപ്പ് കഥ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ഭംഗിയായി നമ്മൾ ഈ കുറുപ്പ് വാർത്തകൾ ചെയ്ത് നമ്മളാണ്. അത് പീയൂഷിനെ ഞാൻ അവിടെ വിളിച്ചു വരുത്തിയിട്ട് പീയൂഷ് പോയി ഒരുപാട് ബൈറ്റ് എടുക്കുകയും കുറുപ്പിൻ്റെ കൂടെ പഠിച്ച ആൾക്കാരുടെ ബൈറ്റും ഒക്കെ അടക്കം അവരുടെ വീട്ടുകാരുടെ ബൈറ്റ് അടക്കം എടുത്തു. നമ്മൾ സ്റ്റോറി കൊടുത്തു. നമ്മൾ ഇന്നലെ തന്നെ ആ സ്റ്റോറികളെല്ലാം വീണ്ടും എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പോഴും ഞാൻ പറയുന്നു, ഇന്നലത്തെ ഇതിലും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, ചാക്കോയെ കൊന്നതിൽ കുറുപ്പിന് യാതൊരു പങ്കുമില്ല. ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ കൊന്നതിൽ കുറുപ്പിന് ഒരു പങ്കുമില്ല. കുറുപ്പിൻ്റെ ഈ അനിയനായിട്ടുള്ള, അതായത് ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവായിട്ടുള്ള ഈ ഭാസ്കര പിള്ളയും ഡ്രൈവറായിട്ടുള്ള പൊന്നപ്പനും ഈ ഷാഹു എന്ന് പറയുന്ന കുറുപ്പിൻ്റെ കൂടെ ദുബായ് ജോലി ചെയ്തുകൊണ്ടിരുന്ന അയാൾ മാത്രമാണ് ഇതിന് പോകുന്നത്. അവരൊരു കുപ്പി സ്കോച്ചുമായിട്ടാണ് പോകുന്നത്. ഇത് പോകാൻ കാരണം കുറുപ്പിൻ്റെ അളിയനായിട്ടുള്ള മധു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ മോർച്ചറിയുടെ കാവൽക്കാരനാണ്, ഇവിടുത്തെ ജീവനക്കാരനാണ്, ആലപ്പുഴ മെഡിക്കൽ. അയാളാണ് ബോഡി എടുത്ത് കൊടുക്കാമെന്ന് പറയുന്നത്. മോർച്ചറിയിൽ നിന്ന് ഒരു ബോഡി എടുത്ത് കൊടുക്കാം, കുറുപ്പിൻ്റെ ഒത്ത വണ്ണവും നീളമുള്ള ഒരു ബോഡി എടുത്ത് കൊടുക്കാം എന്ന് പറയുന്നത്. അതനുസരിച്ച് ഇവരൊരു കുപ്പി സ്കോച്ചുമായിട്ട് ഈ 3 പേര് ഇവിടുന്ന് അവിടെ ചെല്ലും. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ മധുവിന് പേടിയായി.
മധുവിന് പേടിയായി. കാരണം ഈ ബോഡി എടുത്ത് കൊടുത്തിട്ട് എന്തെങ്കിലും കുഴപ്പം വന്ന ഉം. പണി പാളും. മാത്രമല്ല ഈ വന്ന കൂട്ടത്തിൽ കുറുപ്പുമില്ല. കുറുപ്പിനോട് മാത്രമേ പുള്ളി സഹകരിക്കുകയുള്ളൂ. ഓ, ബാക്കി വന്നവർ പുള്ളി അവരിതന്മാരാണ്. കുറുപ്പുമില്ല. അപ്പം അവരെന്ത് ചെയ്യുന്നു, അവരോട് അദ്ദേഹം പറയുന്നു ഇവിടുന്ന് എടുക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവർ നിരാശരാകുന്നു. അപ്പം അവർ ഇയാളോട് പറയുന്നു എന്നാൽ ശരി കുറച്ച് പഞ്ഞിയും ക്ലോറോഫോമും എടുത്തു തരാം. അത് അയാൾ സംഘടിപ്പിച്ച് കൊടുക്കും. അതിനുശേഷം ഇവന്മാരെന്ത് ചെയ്യുന്നു, ഈ കൊണ്ടുവന്ന സ്കോച്ച് ഈ കാറായിരുന്നു 3 പേരും കൂടെ അടിക്കും. അടിച്ചിട്ടൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അവർ പിന്നെ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന വഴിക്ക് ഈ കൽപ്പകവാടി എന്ന് പറയുന്ന ഒരു അറിയാം, റെസ്റ്റോറൻറ്റ്, വർഗീസ് വൈദ്യൻ്റെ റെസ്റ്റോറൻറ്റ്, അതെ, കോട്ടപ്പള്ളിയിലുള്ള. അവിടെ കയറി നന്നായിട്ട് മദ്യപിച്ച് പോരുന്ന വഴിക്കാണ് ഈ ചാക്കോയെ കാണുന്നത്. ഈ ചാക്കോയെ കാണുമ്പോൾ ഈ പൊന്നപ്പൻ അറിയാം ചാക്കോയെ. കാരണം സനാതനം വാർഡിൽ ചാക്കോയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ് പൊന്നപ്പൻ. ഫിലിം റെപ്രസെൻറ്റേറ്റീവ്, അന്നത്തെ കാലത്ത് ഫിലിം റെപ്രസെൻറ്റേറ്റീവുകൾ വരുമല്ലോ തിയേറ്ററുകളിൽ. ഈ പൊന്നപ്പൻ പക്ഷേ ഇത് മൈൻഡ് ചെയ്യുന്നില്ല, ഇത് അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല, ഇയാളുടെ മുമ്പിലോട്ട് കാണിക്കുന്നില്ല. അങ്ങനെയാണ് ഇവർ പുറകെ ഇരുന്നുകൊണ്ട് ഈ ചാക്കോയെ കൊന്നിട്ട് ഈ ബോഡിയുമായിട്ട് കാത്തു നിൽക്കുന്ന കുറുപ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കുറുപ്പ് ബോഡി കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ ബോഡി കിട്ടിയില്ല, ഞങ്ങൾ പകരം ഒരുത്തിനെ അങ്ങ് തട്ടിയെന്ന് പറയും. ഓഹ്. അപ്പോൾ കുറുപ്പ് എടുത്ത വായിക്ക് പറയുന്നത് തന്തയ്ക്ക് പുറക്കാഴിയാണല്ലോടാ നീയൊക്കെ കാണിച്ചത്, നീയൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളുക, ഞാൻ ഇവിടുന്ന് പോവാണെന്നും പറഞ്ഞു ഇയാളപ്പം തന്നെ പൊന്നപ്പനെയും കൂട്ടി ഇയാളുടെ ഒറിജിനൽ കാറിൽ ഇവിടുന്ന് ഇയാൾ പാലക്കാടിന് പോകും. പാലക്കാട് ചെന്നിട്ട് അയാൾ അവിടെ ഒരു റൂം എടുത്ത് ഒരു ലോഡ്ജിൽ താമസിക്കുന്നു. പതിവായിട്ട് ഇയാൾ പത്രം വായിക്കുന്നുണ്ട്. പത്രം വായിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ നൂലാമാലകളൊക്കെ മനസ്സിലാക്കുന്നു. ഇയാൾ വീടുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ബന്ധപ്പെടുന്നതിന് പ്രകാരം ചെറിയനാട് അമ്പലത്തിൽ ഈ തൈപ്പൂയ ഉത്സവം അവിടുത്തെ ഏറ്റവും ഫേമസ് ആണ്, തൈപ്പൂയ കാവടിയാട്ട ഉത്സവം. ആ ഉത്സവം നടക്കുന്ന സമയത്ത് ഇയാൾ തിരിച്ചു വരികയാണ്. ഇയാൾ ട്രെയിനിനാണ് വരുന്നത്. ട്രെയിനിന് വന്നിട്ട് ഇയാൾ മാവേലിക്കര ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് റെയിൽപ്പാളത്തിലൂടെ നടന്നാണ് ചെറിയനാട്ട് വരുന്നത്. ചെറിയനാട്ട് വരുന്നു. അതിന് മുമ്പ് ഇയാൾ എന്ത് ചെയ്യുന്നു, ആദ്യം പൊന്നപ്പനെ വിടുന്നുണ്ട്. പൊന്നപ്പനെ കാറും കൊടുത്ത് വിടുകയാണ്. കാറ് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് നീ എങ്ങാട്ടോ വെച്ചാൽ പൊക്കോ എന്നും പറഞ്ഞ് വിടുകയാണ്. പക്ഷേ ഇയാൾ നാട്ടിൽ വരുമ്പോൾ കുറുപ്പിൻ്റെ വീട്ടിൽ വരുമ്പോൾ അവിടെ വരുമ്പോൾ മറ്റേ ബോഡി അടക്കുന്ന ചടങ്ങാണ്. അവരെ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെയാണത്. അപ്പോൾ കുറുപ്പിൻ്റെ ഒരു ബന്ധം ഇവനെ കയറി പിടിച്ചു, പൊന്നപ്പനെ. നീ അല്ലയോടാ കുറുപ്പിനെ കത്തിച്ചതെന്നും ചോദിച്ചോണ്ട്. അപ്പോൾ പൊന്നപ്പനുള്ള കാര്യം പറഞ്ഞു, കുറുപ്പ് കത്തിട്ടൊന്നുമില്ല, കുറുപ്പ് താ ഇവിടെ എന്നെടുത്തുണ്ട്. അങ്ങനെ എന്നിട്ട് ഇയാൾ പറഞ്ഞു ഞാനിത് പോലീസിൽ കൊടുക്കാൻ വന്നു. അപ്പോൾ ഇയാളുടെ ബന്ധുക്കൾ സമ്മതിച്ചില്ല, പോലീസിൽ പോരൊന്നും സമ്മതിക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, പകരം ഇയാളോട് പറയുന്നു ഒന്നും അറിയാത്ത പോലെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഇയാളെ കുറുപ്പിൻ്റെ ഡ്രസ്സ് എടുത്ത് വരാൻ വിട്ടതാണ്. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇയാൾ വരാതെ വരുമ്പോഴാണ് കുറുപ്പ് ട്രെയിനിന് വരുന്നു, തിരിച്ചിവിടെ വരുന്നു. അതിനുശേഷം ഇവരുടെ 4 പേര്, ഇവരുടെ അമ്മാപ്പച്ചന്മാരടക്കം 4 പേര് കൂടി കുറുപ്പിനെ ഒരു കാറെ കയറ്റി കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുക. മറ്റേ അതുവഴി പോകുന്ന ട്രെയിൻ അന്ന് നാരോ ഗേജാണല്ലോ. അതിന് ഭോപ്പാലിൽ ഇയാളുടെ ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് കുറുപ്പിനെ വിടുന്നത്. അന്ന് പോയതാണ് കുറുപ്പ്, പിന്നെ ഒരു ബന്ധവുമില്ല. നമ്മൾ ഈ കൊട്ടാരക്കര കൊണ്ടുവിട്ടു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പല ദൃക്സാക്ഷികളും ഇപ്പോൾ വരുന്നുണ്ട്. കൊട്ടാരക്കര മാവേലിക്കര കൊണ്ടുവിട്ടെന്ന് പറഞ്ഞ് കുറേ ഡ്രൈവർമാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെയല്ല, കാരണം ഇത് കൊണ്ടുവിട്ട ആളുടെ മകനാണ് എന്നോട് പറഞ്ഞത്. ഇത് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പെട്ടെന്ന് ആള് ശ്രദ്ധിക്കാത്ത വേറൊരു രീതിയല്ല, അവിടെ കൊണ്ടുവിട്ടു. അതിനുശേഷമാണ് അപ്പോൾ അന്നും ഈ മഹേശ്വരൻ പിള്ള എന്ന് പറഞ്ഞൊരു ഫേമസ് വക്കീലുണ്ട്, ടി എൻ മഹേശ്വരൻ പിള്ള, ചെങ്ങന്നൂർ ഏറ്റവും വലിയ. അപ്പോൾ അയാൾ പറഞ്ഞു കുറുപ്പിനെ ഈ കേസിനകത്തൊന്ന് പുഷ്പം പോലും ഉരുത്തരാം, കാരണം കുറുപ്പ് ഇതിനകത്ത് ഇൻവോൾവ് അല്ല ഈ കേസിൽ. ഈ കേസിനകത്ത് കുറുപ്പിനെ ഉൾക്കൊള്ളിക്കാൻ യാതൊരു മാർഗവുമില്ല. പക്ഷേ എന്തിനാണ് കുറുപ്പ് മുങ്ങിയത്? എന്നിട്ട് അവിടെയാണ് ഇതിൻ്റെ യഥാർത്ഥ കഥയുള്ളത്. കുറുപ്പ് ഈ ചാക്കോ മർഡറിൽ കുറുപ്പ് ഒരു വിധത്തിലും പങ്കാളിയല്ല. ഈ ഗൂഢാലോചനയിൽ കൊല്ലും നേരത്തെ വണ്ടിയിലില്ല, അങ്ങനെ ഒരാളെ കൊല്ലാൻ അയാൾ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ആ മഹേശ്വരൻ പിള്ള പറഞ്ഞ കുറുപ്പിനെ ഈസി ആയിട്ട് ഊരിവിടാം, കുറുപ്പിന് യാതൊരു പ്രശ്നവും വരത്തില്ല. പക്ഷേ കുറുപ്പ് വന്നില്ല. എന്താണ്, ഇയാൾ പട്ടാളത്തിൽ നിന്ന് ചാടിപ്പോകുന്നത്. ഓ, അതും പ്രശ്നമാണ്. ഇയാൾ പട്ടാളത്തിൽ നിന്ന് ചാടിപ്പോകുന്നത് അവിടെ എന്തോ വലിയ ഗുരുതരമായ ക്രമക്കേട് ഒപ്പിച്ചിട്ടാണ് ഇയാൾ മുങ്ങുന്നത്. ഇയാളുടെ ശരിക്കുള്ള പേരെന്താ? ഗോപാലകൃഷ്ണ പിള്ള എന്നാ, സുകുമാരക്കുറുപ്പെന്നല്ല. ശരിക്കുള്ള പേര് ഗോപാലകൃഷ്ണ പിള്ള. സുകു എന്നത് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അതാണ് ഇത് ഇങ്ങനെ വന്നത്. അത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇയാൾ ഈ സുകുമാരക്കുറുപ്പ് എന്നുള്ള പേരിലേക്ക്, അതായത് പട്ടാളത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതിന് ശേഷമാണ് ഇയാൾ സുകുമാരക്കുറുപ്പ് എന്ന പേര് മാറ്റി ആ പേരിലോട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ഇൻ കേസ് അയാളെ കിട്ടിയാൽ പോലും ഇയാൾ ആദ്യം എയർഫോഴ്സ് വിട്ട് കൊടുക്കേണ്ടി വരും അവിടുത്തെ പോലീസ്. അതെ, അവിടെ നിന്ന് ചാടി പോകുന്നതിൻ്റെ അവിടെ ക്രമക്കേടായിരിക്കുമല്ലോ എന്തായാലും. ഈ സുകുമാരക്കുറുപ്പ് ഭയന്നത് ചാക്കോ കൊലപാതകമേ അല്ല. ചാക്കോ കൊലപാതകത്തിൽ സുകുമാരക്കുറുപ്പിനെ ഒരു വിധത്തിലും ബന്ധിപ്പിക്കാൻ പറ്റില്ല. കാരണം ചാക്കോ പറഞ്ഞല്ല ആളിനെ കൊല്ലാൻ, ഇവർ തമ്മിൽ ഗൂഢാലോചനയില്ല.
ലവന്മാർ കള്ളും മൂത്ത് വരുന്ന വഴിക്ക് പെട്ടെന്ന് കയറിയിട്ട് അവരുടെ ഒരു പെട്ടെന്നുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് ചെയ്തു പോയതായി. അതാണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം. അപ്പോൾ അങ്ങനെയുള്ള ചാക്കോ സുകുമാരക്കുറുപ്പ് മുങ്ങിയത് എന്തിനു വേണ്ടിയാണ്? മുങ്ങിയത് ഈ പറയുന്ന പട്ടാളത്തിൽ നിന്ന് ചാടിപ്പോന്നപ്പോൾ ഉള്ള ഗുരുതരമായ എന്തോ ക്രമക്കേടുണ്ട്, അതിൻ്റെ പേരിലാണ് അയാൾ മുങ്ങുന്നത്. വേറെ ഒരു കൊലക്കുറ്റമേ അല്ല. ചാക്കോ വധക്കേസ് കുറുപ്പിന് യാതൊരു പങ്കുമില്ല. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് പങ്കെടുത്തവർക്ക് എത്ര ശിക്ഷ കിട്ടി? 8 വർഷമാണ് ശിക്ഷ കിട്ടി. അത്രേ ഉള്ളൂ. എല്ലാവരും ഇറങ്ങി ഇല്ലില്ല, എല്ലാവരും ഉണ്ട്. ഈ ഷാഗു എന്ന് പറഞ്ഞ ആള് മാപ്പ് സാക്ഷിയാക്കിയിട്ട് മറ്റവരെ 2 പേരും 8 വർഷത്തിൽ താഴെയാണ് ശിക്ഷ കിട്ടി. ഈ കുറുപ്പിന് അത്രയും കിട്ടാൻ കാരണം കുറുപ്പ് ഈ സ്പോട്ടിലും ഇല്ല, കുറുപ്പ് ഇതിനകത്ത് പങ്കാളി. പിന്നെ വേറൊരു കാര്യമുണ്ട്, അന്നത്തെ കാലത്ത് ഈ ഇൻഷുറൻസ് തട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തു എന്ന് കുറുപ്പ് നിഷേധിച്ചാൽ തീർന്നു. എന്താ തെളിവുണ്ടേ? വേറെ തെളിവൊന്നുമില്ല, ഇവന്മാർ മൊഴി മാറ്റിയാൽ പോലെ, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥയാണ് കുറുപ്പിനെ സംബന്ധിച്ചിട്ടുള്ളത്. അയാൾക്ക് ഈ പറയുന്ന യാതൊരു അസുഖവും ഇല്ലായിരുന്നു എന്നാണ് അയാളുടെ വീട്ടുകാർ പറയുന്നത്. ഈ ഇവർ പറയുന്ന അതെല്ലാം വെറും കഥകളാണ്. അവർ പറഞ്ഞ കഥ മാത്രമാണ്. അതിൻ്റെ പേര് അവർ നാട്ടിൽ വന്ന് 25 ദിവസത്തേക്ക് നാട്ടിൽ വന്ന് 23 ദിവസം അവർ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ ചുമ്മാ തള്ളിയതാ. ഈ തള്ള് ഈ പലരും തള്ളുന്നതാണ്. തള്ളിയിട്ട് പലരും ഇതിനകത്ത് പുലിവാല് പിടിക്കുകയും ചെയ്യും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇത് വളരെ വിചിത്രമാണ്. കാരണം ഒരു മാധ്യമ സ്ഥാപനം കണ്ണുമടച്ച് ഓണനാളിൽ തന്നെ തട്ടിവിടുക എന്ന് പറയുമ്പോൾ ഒരു മാധ്യമ സ്ഥാപനം കണ്ണുമടച്ച് അവരങ്ങ് സ്ഥിരീകരിക്കുകയാണ്, കുറുപ്പിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി, നിങ്ങൾ കേസ് ഫയൽ ക്ലോസ് ചെയ്യാൻ വരട്ടെ, കുറുപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ദാ ബ്രൂണയിലുണ്ട് കുറുപ്പ്. ഇപ്പോൾ വേറെ ചിലതും പറയുന്നുണ്ട്, കുറുപ്പിന് അവിടെ എസ്കേപ്പ് ചെയ്യാൻ ചില മാർഗങ്ങളുണ്ട് പോലും. ബ്രൂണയിൽ തന്നെ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ചില ഭാഗങ്ങളുണ്ട് പോലും. അത് രക്ഷപ്പെട്ട് വേറെ രാജ്യത്തേക്ക് പോകാന്നൊക്കെ ഒരു പറയുന്നു. അത് ജെയിംസ് ബോണ്ട് ആയിരിക്കും. അതല്ല, ജെയിംസ് ബോണ്ട് സിനിമ കണ്ടിട്ടില്ലേ? നടക്കാത്തതെല്ലാം അതിനകത്ത് നടക്കും. അതുപോലെ കോട്ടയം പുഷ്പനാഥിൻ്റെ നോവലുകളുണ്ട്. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് അന്തർവാഹിനിയിലൊക്കെയാണ് സഞ്ചരിച്ചത്. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന നിപ്പി അദ്ദേഹം ജെയിംസ് ബോണ്ടിനെ പോലെയാണ്. ഒരു ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരുന്നു, സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ഇടിച്ചിറക്കുന്നു, പിന്നെ അദ്ദേഹത്തെ നമ്മൾ കാണുന്ന ഒരു അന്തർവാഹിനിയിൽ. ഇതൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. എന്താണെങ്കിലും മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ കോമഡി ഷോ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടല്ല ഇവർ ഈ പണി കാണിക്കുന്നത്, അല്ലേ? ഇവർ നേരത്തെ ഏതാണ്ടൊരു വാർത്ത ഇതുപോലെ ഒപ്പിച്ചിട്ടുമുണ്ട്. ഇത് പക്ഷേ ഇത് ഏറ്റുപിടിച്ച മറ്റ് ചാനലുകളൊന്നും, അവരൊക്കെ അത് ഈവൻ ഏറ്റവും കൂടുതൽ കള്ളവാർത്ത അടിക്കുന്ന റിപ്പോർട്ടർ പോലും അതിനകത്ത് സംശയമൊന്നും പ്രകടിപ്പിച്ചിട്ടാണ് അവരും. മറ്റു ചാനലുകൾ പിന്നെ ഇതിന് പുറകെ നിർബന്ധരായിരിക്കണം. അപ്പോൾ അതാണ് മറ്റേ വിചിത്രമായ കാര്യം. ഇല്ല, അതിനകത്ത് ആൾക്കാർ ഇതിനെ കോമഡി പീസാക്കി ഏറ്റെടുത്തോടെ ആ സാധനം ചീറ്റിപ്പോയി. ഇനിയിപ്പം കാശ്മീർ അവിടെ കിടന്ന് എത്ര ആയാലും ഞങ്ങൾ സത്യമാണ് പറയുന്നത് പ്ലീസ് എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല. എന്തായാലും മാധ്യമപ്രവർത്തനത്തിൻ്റെ മകുടോദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ കുറുപ്പിൻ്റെ ഈ കഥയും.